എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഓപ്പൺ ആണെങ്കിൽ അവന്റെ ഗൺ പോയിന്റ് ചെയ്ത് അവരെ ഷൂട്ട് ചെയ്യാണ്. അവർ പിടിച്ച ആ ഒരു മരത്തിന്റെ ബ്രാഞ്ച് അത് തകർന്ന് അവർ ആ വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ കുരങ്ങന്മാരെ പിടിക്കുകയാണ്. പക്ഷെ എന്താ, അവരുടെ കൈവിട്ട് ആ ഒരു ഡ്രാഗൺ ബോൾ വെള്ളത്തിലേക്ക് വീഴും. ചോപ്പനാണെങ്കിൽ അത് കണ്ട് ദേഷ്യം 10 മടങ്ങാവുകയാണ്. ഓ നോ, ആ ഡ്രാഗൺ ബോൾ അത് ആ വെള്ളത്തിൽ വീണു. ഇത്രയും വേഗം ആ ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ നദിക്കരയിലേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചോപ്പന്റെ സോൾജിയേഴ്സ് അവര് വലിയ വലിയ സ്വിമ്മിംഗ് സ്യൂട്ടൊക്കെ ഇട്ട് ആ നദിയുടെ മുക്കും മൂലയും പരിശോധിക്കാനായിട്ട് തുടങ്ങും. ചോപ്പനാണെങ്കിൽ നദിക്കരയിൽ നിന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോക്കു, അവനാണെങ്കിൽ ആ കുഞ്ഞിക്കുരങ്ങനുമായിട്ട് കളിക്കുകയാണ്. അത് ഗോക്കുവിന്റെ മുഖത്ത് പിടിച്ച് വലിക്കും, അവന്റെ വാലിൽ തൂങ്ങും. അങ്ങനെ ഗോക്കുവിനെ എന്റർടൈൻ ചെയ്യും. ഗോക്കു ആണെങ്കിൽ അതിനോട് പറയും, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി, പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല, എത്രയും വേഗം എനിക്കിവിടുന്ന് പോയേ പറ്റൂ. എൻ്റെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തണം, ഗ്രാൻഡ് പേയുടെ ആകെയുള്ള ഓർമ്മയാണത്, ഞാൻ പോയിട്ട് തീർച്ചയായിട്ടും തിരികെ വരുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. കുഞ്ഞിക്കുരങ്ങനാണെങ്കിൽ അവൻ്റെ വാലിൽ പിടിച്ചു വെക്കും. ആ സമയത്ത് ആ അമ്മ കുരങ്ങ് ഗോക്കുവിന് നേരെ ഓരോരോ ഫ്രൂട്ട്സ് ആയിട്ട് നീട്ടും. അവനാണെങ്കിൽ ആർത്തിയോട് കൂടെ അത് തിന്നുകയാണ്. അടുത്ത നിമിഷം വമ്പ ഫോഴ്സിൽ ഇടിയും മിന്നലും അവിടേക്ക് വീശി അടിക്കും. ഓ നോ, നല്ല ഫോഴ്സിൽ മഴ വരാൻ പോവാണ്, എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കും. അടുത്ത നിമിഷം വൃത്തിയായിട്ടുള്ള മഴ അവിടേക്ക് ആഞ്ഞു പെയ്യാണ്. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ ലോങ് ആയിട്ടുള്ള കാറ്റിലും മഴയിലും അവർക്ക് സെർച്ചിങ് അത് തുടരാനാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കപ്പലുകളും ബോട്ടുകളും ഓരോ ഭാഗത്തേക്ക് ചെന്ന് ഇടിക്കും. അവർ തൽക്കാലത്തേക്ക് അന്വേഷണം സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും കരയിലേക്ക് വരികയാണ്. അപ്പോൾ ലോങ് ഷോട്ടിലായിട്ട് ആ ഡ്രാഗൺ ബോൾ അത് വാട്ടർഫോൾസിലേക്ക് തെറിച്ച് വന്ന് ഒരു പാറയിലിടിച്ച് വെള്ളത്തിലേക്ക് പോകും. ഇവിടെ ഗോക്കുവും ആ കുരങ്ങന്മാരും അവരെല്ലാവരും ഒരു ഗുഹയിലേക്ക് വന്ന് കൂർക്ക വലിച്ചുറങ്ങും. അതേസമയം ഇവിടെ ചോപ്പനാണെങ്കിൽ അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്ത് നടന്ന കാര്യങ്ങൾ പറയും. അവിടെ നിന്ന് ഇപ്പോൾ ഡ്രാഗൺ ബോൾ ഉള്ള ലൊക്കേഷൻ അവർ അവന് പറഞ്ഞു കൊടുക്കും. ചോപ്പനാണെങ്കിൽ അസിസ്റ്റൻസിനെ വിളിച്ച് അവരോട് പറയും, തീർച്ചയായിട്ടും നാളെ രാവിലെ തന്നെ നമ്മുടെ അന്വേഷണം ആരംഭിക്കണം, വളരെ തീവ്രമായിട്ട് വേണം അന്വേഷിക്കാൻ. മഴയത്ത് ആ ഡ്രാഗൺ ബോൾ ഒഴുകിപ്പോയി എവിടെയെങ്കിലും അടിയാൻ ചാൻസ് ഉണ്ട്, സോ ഒരു സ്ഥലം പോലും വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ അവരവരുടെ വർക്ക് ആരംഭിക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ കുരങ്ങന്മാരോട് യാത്ര പറയാണ്. നിങ്ങൾ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൻ ഫ്ലൈ ചെയ്ത് പോകും. ഗോക്കു അവൻ്റെ റഡാറിലേക്ക് നോക്കും. അതിൻ്റെ ലൊക്കേഷൻ അത് അവൻ പോയിന്റ് ചെയ്ത് അങ്ങനെ കടന്നു വരികയാണ്. അവൻ ദൂരത്തായിട്ട് ആ സോൾജേഴ്സ് വർക്ക് ചെയ്യുന്നത് കാണും. പക്ഷേ അന്വേഷിക്കുന്ന സ്ഥലത്ത് നിന്നും അല്പം ദൂരത്തായിട്ടാണ് അത് കാണിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ചോപ്പൻ തെരഞ്ഞെടുത്ത 2 സോൾജേഴ്സ് അവരാണെങ്കിൽ ഹായ് ആയിട്ട് കിടന്നുറങ്ങുകയാണ്. അതിൽ കലിയിളകിയ ചോപ്പനാണെങ്കിൽ അവിടേക്ക് വന്ന് അവരോട് ദേഷ്യപ്പെടും. വർക്കിംഗ് ഹവേഴ്സ് ആണ്, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല, മര്യാദയ്ക്ക് ആ ഡ്രാഗൺ ബോൾ അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോവാ. അതിനവർ ഓക്കെ പറയും. ആ ചോപ്പനാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അവരാണെങ്കിൽ വീണ്ടും കാര്യമായിട്ട് ആ ഡ്രാഗൺ ബോൾ അന്വേഷിക്കുകയാണ്. അതേസമയം ഗോക്കു റഡാറിന്റെ സിഗ്നൽ അനുസരിച്ച് ആ സ്ഥലത്തേക്ക് വരും. അതിനുശേഷം ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിച്ച് നടക്കുകയാണ്. അവരാണെങ്കിൽ മാറി മാറി ഗോക്കുവിനോട് ചോദിക്കും, സത്യം പറയും, നീ ആരാ, നീ എന്തിന് എവിടേക്ക് വന്നു? അതിന് ഗോക്കു ആണെങ്കിൽ പാറകൾക്കിടയിലേക്ക് കൈവിട്ട് കറക്റ്റായിട്ട് ആ ഡ്രാഗൺ ബോൾ പുറത്തേക്ക് എടുക്കും. അവനാണെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അതിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഓ നോ, ഇത് 4 സ്റ്റാർ അല്ല, ഇതെന്റെ ഗ്രാൻഡ് പേയുടേതല്ല, എന്റെ ഗ്രാൻഡ് പേയുടെ ഡ്രാഗൺ ബോൾ അത് എവിടുന്ന് കണ്ടെത്തും ചിന്തിക്ക് അവൻ അങ്ങനെ യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ 2 സോൾജേഴ്സിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓ നോ, നമ്മൾ ഇത്ര നേരം അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത ആ ഡ്രാഗൺ ബോൾ ചെക്കൻ ഈസി ആയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതൊരു ചെറിയ പയ്യനാണ്, ഇവനെ നൈസായിട്ട് തട്ടി ആ ഡ്രാഗൺ ബോൾ അത് നമുക്ക് സ്വന്തമാക്കണം. സോൾജേഴ്സ് ആണെങ്കിൽ ചാടി വന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡ്രാഗൺ ബോൾ മേടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഗോക്കു ആണെങ്കിൽ അവരെ അട്ടിച്ച് തെറിപ്പിച്ച് അവരോട് ദേഷ്യപ്പെട്ടു പറയും, ഞാൻ കണ്ടെത്തിയതാണ്, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ക്ലൗഡിൽ കയറി അങ്ങനെ പറന്നു പൊങ്ങും. അത് കണ്ട ആ ഒരു സോൾജിയർ അവൻ ആ കാര്യം ചോപ്പനെ അറിയിക്കും. അവൻ വലിയൊരു വെപ്പൻ എടുത്ത് പുറത്തേക്ക് വന്ന് ഇപ്പൊ ഗോക്കുവിന്റെ ക്ലൗഡിനെ ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ഷൂട്ടില് ക്ലൗഡ് മുഴുവനായിട്ട് തകർന്ന് ഗോക്കു താഴേക്ക് വീഴും. ഗോക്കുവിനാണെങ്കിൽ അവന്റെ വിഷമവും ദേഷ്യവും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ക്ലൗഡിനെ നീ ഇല്ലാതാക്കും, മാസ്റ്റർ റോഷി തന്ന ഗിഫ്റ്റാണത്, ഏതൊക്കെ എന്നോട് സോറി പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ തല്ലും. അതിന് അവനാണെങ്കിൽ ക്യാഷ്ടായിട്ട് പറയും, എനിക്ക് എന്നോട് മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ റഡാർ ഉപയോഗിച്ച് ഞങ്ങളിത് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു, പക്ഷേ അതിലും സ്മാർട്ടായിട്ട് വളരെ വേഗത്തിൽ നീ ആ ഡ്രാഗൺ ബോൾ സ്വന്തമായിട്ട് കണ്ടെത്തുകയാണ്. അതിന്റെ സീക്രട്ട് അതെനിക്ക് അറിഞ്ഞേ പറ്റൂന്ന് പറയും. ഗോക്കു ആണെങ്കിൽ കൊഞ്ഞനെ കുത്തും, നീ എന്റെ നിംബസിനെ ഇല്ലാതാക്കിയവനാണ്, നിന്നോട് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. അത് കേട്ട് കലിയിളകിയ നമ്മുടെ ചോപ്പൻ അവൻ ഷർട്ടൊക്കെ അഴിച്ച് ഗോക്കുവെ തല്ലി തല്ലി കൊല്ലാൻ റെഡിയാവും. ചോപ്പനാണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ഗോക്കുവിനെ ഇടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഗോക്കു ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തിരികയാണ്. ചോപ്പനാണെങ്കിൽ ചുറ്റും നോക്കും. ഗോക്കുവിന്റെ ആ ഒരു കെട്ട് അത് താഴെ കിടക്കുകയാണ്. ഓ, ഇതിനകത്താണല്ലേ നീ ആ ഡ്രാഗൺ ബോൾ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും അത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ചോപ്പനാണെങ്കിൽ ആ സഞ്ചി അത് തുറക്കാനായിട്ട് തുടങ്ങും. അതിൽ കാലി ഇളകിയ ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് ചോപ്പനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്.
ആ ഒരു പഞ്ചിൽ ഇവൻ ഷോക്കാവും. ഓ നോ, ഞാൻ കരുതിയതുപോലെ ഇവനൊരു സാധാരണ ചെറിയ പയ്യനല്ല, ഇവൻ ഒരുപാട് പവറുണ്ട്. സോ ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കണം ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ സാധനങ്ങൾ തൊടുന്നത് അതൊട്ടും ശരിയല്ല. അതിന് ചോപ്പൻ വീണ്ടും അവന്റെ അടുത്തേക്ക് ഓടി വന്ന് ഗോക്കുവിനെ തല്ലാൻ ശ്രമിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് അവന്റെ വയറ്റിൽ ഒരു പഞ്ച് വെച്ച് കൊടുക്കും. ആ ഒരു പഞ്ചിൽ ഒരുപാട് വേദനയിൽ അവൻ കരയാണ്. ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് നടന്നു നീങ്ങും. അവനാണെങ്കിൽ പുറകെ വന്ന് ഗോക്കുവിനെ പുറഞ്ച് ഇടിക്കും. എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അതൊരു കൂസലുമില്ലാതെ പോകുന്ന ഗോക്കുവിനെ കാണുമ്പോൾ അവൻ അസൂയ തോന്നും. അവനാണെങ്കിൽ കൈമടക്കി ഗോക്കുവിന്റെ വാലിനെ ആഞ്ഞടിക്കുകയാണ്. അതിൽ ക്ഷുഭിതനായ ഗോക്കു ആണെങ്കിൽ അവന്റെ വാല് വെച്ച് ഇപ്പൊ ചോപ്പന്റെ മുഖത്ത് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കൗട്ട് ആവും. ഗോക്കുവിനാണെങ്കിൽ ഇനി എങ്ങനെ അവിടുന്ന് പോകുന്ന അറിയില്ല. കാരണം അവന്റെ ഫ്ലൈങ് നിംബസ് അതവൻ നഷ്ടപ്പെട്ടു. അവൻ ചുറ്റും നോക്കും, ദൂരത്തായിട്ട് അവന്റെ കൂടാരം കാണും. ഇതിൽ തീർച്ചയായിട്ടും പിൽസ് കാണുന്നു പറഞ്ഞ് ഗോക്കു അവിടേക്ക് വന്ന് പിൽസ് ബോക്സ് അതെടുത്ത് പുറത്തേക്ക് വരും. അതിലൊരു പില്ല് അവൻ പുറത്തേക്കിട്ട് പൊട്ടിക്കും. റോബോട്ട് ആണെങ്കിൽ ക്രിയേറ്റ് ആയിട്ട് വരികയാണ്. ആ റോബോട്ട് ആണെങ്കിൽ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ അവന്റെ ആവശ്യം പറയും, എന്റെ ഫ്ലൈങ് നിംബസ് എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് എത്രയും വേഗം അതുവഴി യാത്ര ചെയ്ത് പോകണം. അതിന് ആ റോബോട്ട് ആണെങ്കിൽ ക്രിയേറ്റ് ആവുന്ന ഒരു ക്യാപ്സ്യൂൾ അവന് കാണിച്ചു കൊടുക്കും. ഗോക്കു അത് നിലത്തിട്ട് പൊട്ടിക്കും. ഉടനെ ഒരു ഫ്ലൈറ്റ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ആ റോബോട്ട് അത് ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ അവർക്ക് പോകേണ്ട വഴി റോബോട്ടിന് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ആ ഒരു ജനറൽ അഡ്മിറൽ ആളാണെങ്കിൽ ഡ്രാഗൺ ബോൾ അവിടുന്ന് മൂവ് ആവുന്ന കണ്ട് ഷോക്ക് ആവുകയാണ്. എത്രയും വേഗം ചോപ്പനെ വിളിക്കണം എന്ന് പറഞ്ഞ് ആള് ചോപ്പനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ചോപ്പനെ കൊണ്ടാണെങ്കിൽ വാക്കി ടോക്കി പോലും പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയാതെ അവൻ അങ്ങനെ താഴേക്ക് കുഴഞ്ഞു വീഴും. ചോപ്പനാണെങ്കിൽ ആ വാക്കി ടോക്കി എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടന്ന കാര്യങ്ങളെല്ലാം ആ ജനറലിനെ അറിയിക്കും. ആളാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. എത്രയും വേഗം ആ ചെറിയ പയ്യനെ അവനെ കണ്ടെത്തണം. അവൻ നിസ്സാരക്കാരനല്ല. നമ്മുടെ സോൾജേഴ്സിനെ എല്ലാവരെയും തകർത്തിട്ടുണ്ട് എങ്കിൽ അവൻ വളരെ പവർഫുൾ ആണ്. അതിനുള്ള അറേഞ്ച്മെന്റ്സ് അത് എത്രയും വേഗം ചെയ്യാനായിട്ട് ഇപ്പൊ ജനറൽ ആളുടെ അസിസ്റ്റന്റിനോട് പറയും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവനാണെങ്കിൽ റഡാർ ചെക്ക് ചെയ്യും. അവർ ഓൾമോസ്റ്റ് അടുത്ത ഡ്രാഗൺ ബോളിന്റെ അടുത്തെത്തി കഴിഞ്ഞു. പക്ഷെ എന്താ അവന്റെ റോബോട്ട് അതിനിപ്പോ അനക്കമില്ല. ഗോക്കു ആണെങ്കിൽ ആ റോബോട്ടിനോട് പ്ലെയിൻ താഴെ ഇറക്കാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. അടുത്ത നിമിഷം പ്ലെയിൻ അൺകൺട്രോൾഡ് ആയി ഇടയിലൂടെ ചേറി പായാണ്. ഉടനെ ഗോക്കു ഒച്ചത്തിൽ നിലവിളിക്കും. അടുത്ത നിമിഷം ആ ഒരു പ്ലെയിൻ പൊട്ടിച്ചെതറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് വരും. ഗോക്കു ആണെങ്കിൽ ബോധം കെട്ട് വീണ് കിടക്കുകയാണ്. ഇവരാണെങ്കിൽ ഗോക്കുവിന്റെ കാലിൽ പിടിച്ച് വലിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ചോപ്പൻ ഇപ്പൊ ജനറലിന്റെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങൾ പറയും. കുറച്ച് കാര്യങ്ങളെ ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അവൻ നമ്മൾ കരുതും പോലെ ഒരു കൊച്ചുകുട്ടിയല്ല, വളരെ പവർഫുൾ ആയ ഒരു അസാധാരണ മനുഷ്യനാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അടുത്തൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. ഈ ഒരു അവസരം അതെനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്ത് ആ സോൾജേഴ്സ് അവിടേക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്ത കാര്യം പറയും. അത് നമ്മുടെ പ്ലെയിൻ തന്നെയാണ്. ഒരു ചെറിയ പയ്യനാണ് ആ ഒരു പ്ലെയിൻ അത് ഡ്രൈവ് ചെയ്തത്. പക്ഷെ എന്താ, ആ പയ്യന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആരോ അടിച്ചുകൊണ്ട് പോയി. അവനെ കണ്ടെത്താനും ഡ്രാഗൺ ബോൾ തിരികെ പിടിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ സോൾജേഴ്സ് ആ ഒരു സ്ഥലം മുഴുവൻ ഡ്രാഗൺ ബോളിനും നമ്മുടെ ഗോക്കുവിനും വേണ്ടി അന്വേഷണം നടത്തുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു പെൺകുട്ടി അവളാണെങ്കിൽ ഗോക്കുവിന്റെ കാലിൽ പിടിച്ച് വലിച്ച് അവിടുന്ന് അങ്ങനെ കൊണ്ടുപോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.